കഥ തുടങ്ങുന്നത് ഭയപ്പെടുത്തുന്ന ഒരു കൊടുങ്കാറ്റിലൂടെയാണ്. സർവവും മരവിച്ചുറഞ്ഞ ആ മണ്ണിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് തിരയുകയാണ് ഒരു കൊച്ചു പെൺകുട്ടി. ആ കൊടും തണുപ്പിൽ അവൾക്ക് കിട്ടിയത് കുറച്ച് കാട്ടുപഴങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ അവളുടെ വിശപ്പകറ്റാൻ അത് മതിയായിരുന്നില്ല. കൊടുങ്കാറ്റിലൂടെ നടക്കാൻ കഴിയാതെ അവൾ മഞ്ഞിൽ മയങ്ങി വീഴുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മാൻ അവളെ ഉണർത്തി. എന്നാൽ അതിനെ വേട്ടയാടാൻ അവൾക്ക് ശക്തിയുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ദൂരെ മലമുകളിൽ എരിയുന്ന ഒരു തീക്കുണ്ടം അവൾ കണ്ടത്. അത് അവൾക്ക് വലിയൊരു പ്രതീക്ഷ നൽകി. അവിടെ എത്തി അവൾ കണ്ടത് ഒറ്റയ്ക്കായ ഒരു പ്രായമായ യാത്രികനെയാണ്. അയാൾ തീയിൽ ഒരു മുയലിനെ ചുട്ടെടുക്കുകയായിരുന്നു. വിശന്നു വലഞ്ഞ ആ പെൺകുട്ടി ഒരു കഷ്ണം ഇറച്ചിക്കായി അയാളോട് യാചിച്ചു. എന്നാൽ ആ വൃദ്ധൻ പരുഷമായി പറഞ്ഞു അവൾക്ക് ആരെയും കബളിപ്പിക്കാൻ കഴിയില്ലെന്ന്. കാരണം അവൾ ഒരു ആൺകുട്ടിയെ പോലെ വേഷം കെട്ടിയെങ്കിലും അവളുടെ മൃദുലമായ മുഖം കണ്ടാൽ അതൊരു പെൺകുട്ടിയാണെന്ന് വ്യക്തമായിരുന്നു. മറ്റാരെങ്കിലും ഈ സത്യം അറിഞ്ഞാൽ മരിക്കുന്നതുവരെ അവളെ ഉപദ്രവിക്കുമെന്ന് അയാൾ പറഞ്ഞു. എന്നാൽ തനിക്ക് പേടിയില്ലെന്നും വിശപ്പ് മാത്രമാണുള്ളതെന്നും അവൾ മറുപടി നൽകി. തന്റെ ഹീറോയായ റോബിൻഹുഡിന്റെ വീരഗാഥകളാണ് തനിക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകുന്നതെന്നും അവൾ പറഞ്ഞു. ഇത് കേട്ട് ആ വൃദ്ധൻ വളരെ തണുത്ത സ്വരത്തിൽ പറഞ്ഞു, റോബിൻഹുഡ് വെറുമൊരു വിഡ്ഢിയായിരുന്നു. നല്ലൊരു ജീവിതം എന്ന വ്യാജ വാഗ്ദാനത്തിൽ വഞ്ചിതനായ ഒരുവൻ. ഈ നാട്ടിൽ അവനെക്കുറിച്ചുള്ള കഥകളെല്ലാം വെറും നുണകളാണെന്നും അയാൾ കൂട്ടിച്ചേർത്തു. അവനൊരു ഹീറോ ആയിരുന്നില്ല. ഹൃദയത്തിൽ ഒരമ്പ് തറച്ച് മരിക്കാൻ മാത്രം അർഹതയുള്ള ഒരു കൊലപാതകിയായ കൊള്ളക്കാരനായിരുന്നു. ഇത് പറഞ്ഞ ഉടനെ അയാൾ മുയലിനെ അവിടെ ഉപേക്ഷിച്ച് നടന്നുപോയി. അടുത്ത സീനിൽ ഇരുണ്ട രാത്രിയിൽ ആ പെൺകുട്ടി ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നു. താൻ ചെയ്യാൻ പോകുന്ന ആ വലിയ തെറ്റിന് ദൈവത്തോട് മുൻകൂറായി മാപ്പ് ചോദിക്കുന്നത് പോലെയായിരുന്നു അവളുടെ ആ പ്രാർത്ഥന. യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ ഓരോ ചുവടും വളരെ സൂക്ഷിച്ചു വെച്ച് അവൾ മുന്നോട്ട് നടക്കുകയാണ്. അവളുടെ കയ്യിൽ മൂർച്ചയേറിയ ഒരു കത്തി ഉണ്ടായിരുന്നു. ലക്ഷ്യമുറപ്പിച്ച് അവൾ പതുക്കെ അയാളുടെ അടുത്തേക്ക് നീങ്ങുകയാണ്. അയാൾ ഉറങ്ങുകയാണെന്ന് കരുതി അവൾ അയാളെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ വളരെ വേഗത്തിൽ പ്രതികരിച്ച അയാൾ അവളെ കീഴ്പ്പെടുത്തുകയും അവളുടെ കഴുത്തിലേക്ക് ഒരു കഠാര കുത്തിയിറക്കുകയും ചെയ്തു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് നിന്റെ ബന്ധുക്കളായ ആരാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ വില്യം എന്നാണ് അവൾ മറുപടി നൽകിയത്. അവൾ ചോര വാർന്നു കിടക്കുമ്പോൾ അയാൾ തണുത്ത സ്വരത്തിൽ പറഞ്ഞു അവൾ കുളിക്കണമായിരുന്നു, അല്ലെങ്കിൽ കാറ്റിന്റെ ഗതി മാറാൻ കാത്തിരിക്കണമായിരുന്നു എന്ന്. കാരണം 1 മൈൽ അകലെ നിന്ന് പോലും അവളുടെ ശരീരഗന്ധം അയാൾക്ക് അറിയാൻ കഴിയുമായിരുന്നു. അതായിരുന്നു അവളുടെ ഏക തെറ്റ് എന്ന് പറഞ്ഞ അയാൾ അവൾക്ക് അടുത്ത ജന്മത്തിൽ നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചു. പെട്ടെന്നുള്ള മരണം ഉറപ്പാക്കാൻ അവളുടെ തലവൊട്ടിയിലേക്ക് അയാൾ കഠാര കുത്തിയിറക്കി. പിറ്റേന്ന് രാവിലെ റോബിൻ ആ പെൺകുട്ടിയുടെ ജീവനില്ലാത്ത ശരീരം കൊണ്ടുപോയി വലിയ പാറകൾ കൊണ്ട് മൂടി. ഇത് അവൻ കൊല്ലുന്ന ആദ്യത്തെ ആളല്ല, അവസാനത്തെ ആളുമല്ല. കാരണം അവൻ ചെയ്ത ക്രൂരതകൾക്ക് പ്രതികാരം ചെയ്യാൻ നിരവധി പേർ റോബിൻഹുഡിനെ തേടി വന്നിട്ടുണ്ട്. റോബിൻ കുളിക്കുമ്പോൾ പിന്നീട് നമ്മൾ ഒരു വോയിസ് ഓവർ ആണ് കേൾക്കുന്നത്. പലരും അവനെ ഒരു ഹീറോ ആയി ഓർക്കുന്നുണ്ടെങ്കിലും അവൻ ചെയ്ത കൊലപാതകങ്ങൾക്ക് വലിയ പ്രത്യാഘാതങ്ങളുണ്ടെന്നും അവന്റെ ഇരകൾക്ക് വേണ്ടി വരും തലമുറകൾ പ്രതികാരം തേടി നടക്കുന്നുണ്ടെന്നും റോബിൻഹുഡും ലിറ്റിൽ ജോണും എത്ര ക്രൂരന്മാരാണെന്ന് ഈ നാട് ഒരിക്കലും മറക്കില്ല. അവന്റെ അവസാനത്തെ വിശ്വസ്തനായ അനുയായി ജോൺ അവിടെ എത്തി. 1 വർഷം മുമ്പ് വടക്കൻ നഗരത്തിൽ വെച്ച് റോബിന്റെ പകരക്കാരനായി പിടിക്കപ്പെട്ട ആളെ ജനക്കൂട്ടം വെറുപ്പിന്റെ പേരിൽ കുത്തിക്കൊന്നുവെന്ന് അയാൾ പറഞ്ഞു. ജോൺ ഇത്രയും കാലം ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു. അവിടെ എഡ്വേർഡ് എന്നൊരാളെ കൊന്ന് ജോൺ ആ പേര് സ്വന്തമാക്കി. ഒരു കർഷകനായി, വിവാഹം കഴിച്ചു, കുട്ടികളുമുണ്ടായി. എന്നാൽ ഒടുവിൽ അവർ അവനെ കണ്ടെത്തുകയും അവനുണ്ടായിരുന്നതെല്ലാം കവർന്നെടുക്കുകയും ചെയ്തു. തലനാരിഴയ്ക്കാണ് അവൻ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടത്. തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കാൻ ജോണിനിപ്പോൾ റോബിന്റെ സഹായം വേണം. അവന് തന്റെ കുടുംബം വളരെ വലുതാണ്. അതിനാൽ അവൻ റോബിന് വലിയൊരു യുദ്ധം വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ അവർ രണ്ടുപേരും മരിച്ചേക്കാം എന്ന ചെറിയ സാധ്യതയിൽ മാത്രമാണ് റോബിന് താല്പര്യം. എങ്കിൽ മാത്രമേ അവന്റെ ദുരിതങ്ങൾ അവസാനിക്കൂ. അവർ ജോണിന്റെ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഇപ്പോൾ ആ സ്ഥലവും അവന്റെ പ്രിയപ്പെട്ട ഭാര്യയും അപരിചിതരുടെ കൈകളിലാണ്. പാതി വഴിയിൽ ഒരു പഴയ പാലത്തിനടുത്ത് വെച്ച് ജോൺ പഴയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അതുവഴി പോകുന്നവരെ കൊള്ളയടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. അതിലൂടെ അവർക്ക് കുറച്ച് ബ്രെഡ് കിട്ടി. ഈ കടുത്ത ക്ഷാമകാലത്ത് ഒരു കഷ്ണം ബ്രെഡിന് ഒരാളുടെ ജീവനേക്കാൾ വിലയുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ജോൺ തന്റെ ഭാര്യയായ മാർഗരറ്റിനെ കുറിച്ച് പറഞ്ഞു. ഭക്തിയുള്ള അവൾ അവനെ പ്രാർത്ഥിക്കാനും ചിത്രം വരയ്ക്കാനും പഠിപ്പിച്ച് ഒരു രാക്ഷസൻ എന്നതിൽ നിന്നും മാറ്റിമറിച്ചു. അവളുടെ മുടിക്ക് പുതിയ രക്തത്തിന്റെ നിറമാണ്, അല്ലെങ്കിൽ വേനൽക്കാലത്തെ അസ്തമയ സൂര്യന്റെ കടും ചുവപ്പ് നിറം. മാർഗരറ്റിനെ രക്ഷിച്ചാൽ അവർക്ക് വലിയ പർവ്വതങ്ങൾക്കപ്പുറമുള്ള ഭൂമിയിലേക്ക് പോകാമെന്നും എല്ലാം ആദ്യം മുതൽ തുടങ്ങാമെന്നും ജോൺ പറഞ്ഞു. എന്നാൽ തനിക്ക് പുതിയ തുടക്കം വേണ്ടെന്നും സമ്പൂർണ്ണ അവസാനമാണ് വേണ്ടതെന്നും റോബിൻ ഉറപ്പിച്ചു പറഞ്ഞു. എഡ്വേർഡിന്റെ വീട്ടിലെത്തിയപ്പോൾ അവർ ആക്രമണത്തിനായി പ്ലാൻ തയ്യാറാക്കി. ശരീരഗന്ധം മറിക്കാൻ അവർ പരിപൂർണ നഗ്നരായി നനഞ്ഞ മണ്ണ് ശരീരത്തിൽ പുരട്ടി. കനത്ത മുടൽമഞ്ഞ് വരുന്നതുവരെ അവർ ക്ഷമയോടെ കാത്തിരുന്നു. റോബിൻ കൃത്യമായി അമ്പെയ്ത് കാവൽ നായ്ക്കളിൽ ഒന്നിന്റെ കണ്ണ് തുളച്ചു കൊന്നു. ഒരു ക്യാബിനിൽ കയറി ഒരാളുടെ കഴുത്തറുത്തു. പ്രധാന ക്യാബിനിലേക്ക് നീങ്ങിയ അവർ പുറത്തുള്ള കാവൽക്കാരനെയും കൊന്നു. പക്ഷെ അവർക്ക് പൂർണ്ണ നിശബ്ദത പാലിക്കാൻ കഴിഞ്ഞില്ല. ഈ ശബ്ദം ഉള്ളിലുണ്ടായിരുന്ന അവസാനത്തെ ആളെ ഉണർത്തി. തനിക്ക് പുറത്തു പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ മാർഗരറ്റിന്റെ കഴുത്തിൽ പിടിച്ച് അവളുടെ വയറ്റിൽ പലതവണ കുത്തി.
ഇതിനിടയിൽ മരണത്തിന് കീഴടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള അവസാന നിമിഷത്തിൽ തന്റെ മകളായ കൊച്ചു മാർഗരറ്റിനെ പൊന്നുപോലെ നോക്കണമെന്ന് അവൾ വളരെ സങ്കടത്തോടെ ജോണിനോട് പറഞ്ഞു. ഇതിനിടയിൽ ഗ്രാമത്തിലേക്ക് അലാം മുഴക്കാൻ ഓടുന്ന ഒരു ചെറിയ ആൺകുട്ടിയെ ക്യാബിന്റെ ജനലിലൂടെ റോബിൻ കണ്ടു. അവൻ ദൂരേക്ക് മറയുന്നതിന് മുൻപ് റോബിൻ തന്റെ അമ്പ് അവന്റെ തലയോട്ടിയിലേക്ക് കൃത്യമായി എയ്തു കൊന്നു. അതേസമയം ക്യാബിനുള്ളിൽ ജോൺ ആ മനുഷ്യന്റെ മുഖത്തെ എല്ലുകൾ തകരുന്നതുവരെ അവനെ ക്രൂരമായി മർദ്ദിച്ചു. എന്നാൽ ആഴത്തിലുള്ള മുറിവുകളേറ്റ പാവം മാർഗരറ്റിനായി അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ജീവനില്ലാത്ത ഭാര്യയുടെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് ജോൺ കരയുമ്പോൾ റോബിൻ നിശബ്ദനായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു കൊച്ചു പെൺകുട്ടി കരയുന്ന ശബ്ദം അവർ കേട്ടു. ഇരുണ്ട മൂലയിൽ ലിറ്റിൽ മാർഗരറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു, ജോണിന്റെ വളർത്തുപുത്രി. ഇപ്പോൾ അവൾ മാത്രമാണ് അവൻ ഈ ലോകത്തുള്ളത്. ജോൺ തന്റെ മകളോട് പ്രാർത്ഥിക്കാൻ കണ്ണീരോട് അപേക്ഷിച്ചു. പിറ്റേന്ന് രാവിലെ കാട്ടിലൂടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ ഭയാനകമായ ഒരു കാഴ്ച കണ്ടു. തലയോട്ടിയിൽ അമ്പ് തറച്ച ആ ആൺകുട്ടി അത്ഭുതകരമായി അപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. അവൻ വേച്ച് ഗ്രാമത്തിലേക്ക് നടക്കുകയായിരുന്നു. അത് തന്റെ സ്വന്തം കസിനാണെന്ന് അയാൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ആ സമയത്ത് ജോൺ മാർഗരറ്റിനായുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്യുകയായിരുന്നു. അവൻ അവളുടെ ശരീരം കഴുകി പതുക്കെ മേശപ്പുറത്ത് കിടത്തി. റോബിന് ഒട്ടും പരിചിതമല്ലാത്ത ജോണിന്റെ മറിഞ്ഞിരിക്കുന്ന സ്നേഹമുള്ള വശമായിരുന്നു അത്. ഗ്രാമത്തിലെ ആ ആൺകുട്ടിക്കും അന്ത്യകർമ്മങ്ങൾ ചെയ്യുകയായിരുന്നു. ഗുരുതരമായ മുറിവേറ്റ അവൻ ഒടുവിൽ മരിച്ചുപോയി. പ്രതികാരം ചെയ്യാൻ ഗ്രാമത്തിലെ ആയുധധാരികളും വേഗത്തിൽ ഒത്തുകൂടി. ജ്ഞാനി, ദ വൈസ് വൺ എന്ന് വിളിക്കുന്ന ഗ്രാമത്തലവൻ തന്റെ കനത്ത കവചം ധരിക്കുകയും മരപ്പെട്ടിയിൽ നിന്ന് തന്റെ പഴയ വലിയ ആയുധം പുറത്തെടുക്കുകയും ചെയ്തു. ജോണും മാർഗരറ്റും കുടുങ്ങിക്കിടക്കുന്ന വീടിന് കോപാകുലരായ ആളുകൾ തീയിടുന്നത് റോബിൻ കണ്ടു. അവർ ഇരുട്ടിൽ റോബിനെ കണ്ട് ദേഷ്യത്തോടെ പിന്തുടർന്നു. എന്നാൽ വളരെ വേഗത്തിൽ പ്രതികരിച്ച റോബിൻ അവരിൽ ഒരാളുടെ തലയോട്ടിയിലൂടെ ഒരമ്പെയ്തു. രണ്ടാമത്തെ ആൾ വാതിലടച്ച് റോബിനെ ആ കത്തുന്ന കളപ്പുരയ്ക്കുള്ളിൽ പൂട്ടി. എന്നാൽ റോബിൻ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് മരവാതിൽ തുളച്ച് അയാളുടെ കൈക്ക് പരിക്കേൽപ്പിച്ചു. തീയിൽ നിന്നും പുകയിൽ നിന്നും പുറത്തു ചാടിയ അവൻ ആ മനുഷ്യന്റെ മുഖത്ത് കത്തുന്ന പന്തം കുത്തിയിറക്കി അവനെ ക്രൂരമായി കൊന്നു. അപ്പോഴാണ് ഗ്രാമത്തലവൻ അവിടേക്ക് വന്നത്. ദേഷ്യം കൊണ്ട് വിറച്ച അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, 20 ശൈത്യകാലങ്ങൾക്ക് മുൻപ് ജോൺ തന്റെ കസിനായ വാൾട്ടറിനെ കൊലപ്പെടുത്തിയെന്നും അതുപോലെ അദ്ദേഹത്തിന്റെ മക്കളെയും പേരക്കുട്ടികളെയും അവൻ കൊന്നടക്കിയെന്നും അതിന് പകരമായി ഇപ്പോൾ അവന്റെയും മകളുടെയും ജീവൻ താൻ എടുക്കുമെന്നും. റോബിൻ ഒരു തൂമ്പ കയ്യിലെടുത്ത് അയാളെ നേരിട്ടു. എന്നാൽ റോബിൻ അയാളുടെ ശക്തിക്ക് മുന്നിൽ കീഴടങ്ങി. വലിയ ചുറ്റിക ഉപയോഗിച്ച് അയാൾ റോബിന്റെ കാല് തകർത്തു. അടുത്ത അടിയിൽ റോബിന്റെ വാരിയലുകളും തകർന്നു. ഭാഗ്യവശാൽ പുകയിലൂടെ വിദഗ്ധമായി വഴുതി മാറിയ ജോൺ മഴ കൊണ്ടുള്ള കൃത്യമായ വെട്ടിൽ അയാളുടെ തലയോട്ടി തകർത്ത് ജോൺ ആ പോരാട്ടം അവസാനിപ്പിച്ചു. ജോൺ റോബിനെ ഒരു പഴയ വണ്ടിയിൽ കയറ്റി അവിടെ നിന്നും ദൂരേക്ക് കൊണ്ടുപോയി. എരിയുന്ന തീ ഉപയോഗിച്ച് അവന്റെ മുറിവുകൾ കരിച്ചുണക്കാൻ അവൻ ശ്രമിച്ചു. അവനെ മികച്ച ഒരു വൈദ്യയുടെ അടുത്തേക്ക് കൊണ്ടുപോകുകയാണെന്ന് ജോൺ പ്രതീക്ഷയോടെ പറഞ്ഞു. അവൾക്ക് ശക്തമായ ഒരു മാന്ത്രിക വിദ്യ അറിയാമെന്നും വീണ്ടും അവനെ സ്വന്തം കാലിൽ നിർത്താൻ അവൾക്ക് കഴിയുമെന്നും അവൻ പറഞ്ഞു. സമുദ്രങ്ങൾക്കും അപ്പുറമുള്ള പർവ്വതങ്ങളിലൂടെയുള്ള ഒരു നീണ്ട യാത്രയായിരുന്നു അത്. ഒരു പുരാതന ആശ്രമത്തിന് പുറത്ത് ജോൺ റോബിനെ ഉപേക്ഷിച്ചു. ജോണിന്റെ വിധി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞെന്നും ഇപ്പോൾ റോബിന്റെ വിധി തുടങ്ങുകയാണെന്നും ജോൺ ഉറപ്പിച്ചു പറഞ്ഞു. തണുപ്പും വേദനയും കൊണ്ട് പൊളയുമ്പോഴും മുഖം കാണാൻ കഴിയാത്ത ഒരു നിഗൂഢ രൂപം അടുത്തേക്ക് വരുന്നത് റോബിൻ കണ്ടു. അവൻ ഉണരുമ്പോൾ വളരെ സുഖപ്രദമായ ഒരു കിടക്കയിലായിരുന്നു. തണുപ്പ് അപ്പോൾ ആസ്വാദികരമായിരുന്നു. ദയയുള്ള ഒരു സ്ത്രീ അവനെ സ്വാഗതം ചെയ്തു. തീ വെച്ച് കരിച്ച കുത്തുകൾ അവൻ ഏറ്റിട്ടുണ്ടെന്നും ജോൺ ചെയ്തത് അത്ര മോശം കാര്യമായിരുന്നില്ലെന്നും അവൾ പറഞ്ഞു. എന്നാൽ ഒടിഞ്ഞ കാലിനും വാരിയലുകൾക്കും സുഖപ്പെടാൻ കൂടുതൽ സമയമെടുക്കും. അവൾ സ്വയം പരിചയപ്പെടുത്തി, ബ്രിജിഡ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി മുറിവുകൾ വെച്ച് കെട്ടുന്നത് അവളായിരുന്നു. തന്റെ പേര് ചോദിച്ചപ്പോൾ റോബിൻ അവളോട് കള്ളം പറഞ്ഞ് മറ്റൊരു പേര് പറഞ്ഞു, റാൻഡോൾഫ്. അന്ന് രാത്രി ഭയപ്പെടുത്തുന്ന ശബ്ദമുള്ള ആ മുഖംമൂടി ധരിച്ച വ്യക്തി അവനെ കാണാൻ വന്നു. റോബിന്റെ ശരീരത്തിൽ നിറയെ യുദ്ധത്തിലെ പാടുകൾ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് അയാൾ ചോദിച്ചു. റോബിന്റെ ഭൂതകാലത്തിലെ പിശാചുക്കൾ ഈ പുണ്യസ്ഥലത്തേക്ക് വരുമോ എന്ന് അയാൾക്കറിയണമായിരുന്നു. ആ സ്ഥലത്തെ കർശനമായ നിയമങ്ങൾ അയാൾ വ്യക്തമാക്കി. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ കഴുത്തറക്കപ്പെട്ട നിലയിലാകും താൻ ഉണരുക എന്ന് റോബിന് മനസ്സിലായി. സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും നടക്കാൻ ബ്രിജിഡ് അവനെ ക്ഷമയോടെ സഹായിച്ചു. ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ അവൻ നടന്നു. ആശ്രമത്തിന് പുറത്തിറങ്ങാൻ അവൾ അവനെ അനുവദിച്ചു. പുറം ലോകത്തു നിന്നും അകലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട സമ്പൂർണ്ണ സമാധാനമുള്ള സ്ഥലമായിരുന്നു അത്. അവിടെ കുട്ടികൾ സന്തോഷത്തോടെ ഓടിക്കളിച്ചിരുന്നു. അവിടെ സ്ഥിരമായി നിൽക്കാൻ ബ്രിജിഡ് അവസരം നൽകി. പടിഞ്ഞാറൻ തീരത്ത് സുരക്ഷിതമായ ഒരു ബോട്ടുള്ള കാര്യം ബ്രിജിഡ് അവനെ അറിയിച്ചു. കൃഷി ചെയ്യാൻ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ അവിടെ തുടരാമെന്ന് അവൾ അറിയിച്ചു. എന്നാൽ താനൊരു കൃഷിക്കാരനല്ലെന്ന് റോബിൻ മറുപടി നൽകി. അവിടെ കൂടുതലും മുയലുകളാണെന്നും അവയെ പിടിക്കാൻ കെണിവെക്കാൻ അറിയാമോ എന്നും അവൾ ചോദിച്ചു. കെണിവെക്കാൻ തനിക്ക് അറിയാമെന്ന് റോബിൻ പറഞ്ഞപ്പോൾ അവൾ ഒരു പ്രധാന നിബന്ധന വെച്ചു. മൃഗങ്ങളുടെ വംശം നിലനിർത്താൻ 6-ൽ കൂടുതൽ കെണികൾ വെക്കാൻ പാടില്ല. അന്ന് ഉച്ച കഴിഞ്ഞ് റോബിൻ ബോട്ടെടുക്കാൻ ശ്രമിക്കുന്നത് മുഖംമൂടിക്കാരനായ കുഷ്ഠരോഗി കണ്ടു. താൻ വേട്ടയാടാൻ സ്ഥലം അന്വേഷിക്കുകയാണെന്ന് റോബിൻ പറഞ്ഞു. റോബിൻ ബോട്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ കുഷ്ഠരോഗി അവനെ തടയുന്നു. യുവവിധവയായ ബ്രിജിഡാണ് ഈ സുരക്ഷിത സ്ഥലം ഉണ്ടാക്കിയതെന്ന് അയാൾ റോബിനോട് പറയുന്നു.
ഏത് ദുരിതത്തിലും മനസ്സിൽ സമാധാനം കണ്ടെത്താമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അയാൾ ഒരു തത്വചിന്തകന്റെ കഥ പറയുന്നു. സ്വന്തം രാജാവ് എതിരായതിനെ തുടർന്ന് ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലാനായി തടവറയിൽ അടയ്ക്കപ്പെട്ടവനായിരുന്നു ആ തത്വചിന്തകൻ. എന്നാൽ ആ കൊടും ദുരിതങ്ങൾക്കിടയിൽ അവന്റെ മുന്നിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ഈ ലോകം മുഴുവൻ ദുരിതമാണെങ്കിലും അവശേഷിക്കുന്നത് മരണം മാത്രമാണെങ്കിലും ആർക്കും തൊടാനോ അപഹരിക്കാനോ കഴിയാത്ത അവന്റെ മനസ്സും അതിൽ ദൈവവും അവനുണ്ടെന്ന് അവൾ അവനെ പഠിപ്പിച്ചു. ഒടുവിൽ ആ വലിയ തത്വചിന്തകന് എന്ത് സംഭവിച്ചുവെന്ന് റോബിൻ ചോദിച്ചപ്പോൾ അവൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തുവെന്ന് അയാൾ മറുപടി നൽകി. തീർച്ചയായും അത് അങ്ങനെ തന്നെ സംഭവിക്കുമല്ലോ എന്ന് റോബിനും കൂട്ടിച്ചേർത്തു. എന്നാൽ ആരോഗ്യം വീണ്ടെടുക്കുന്നതുവരെ റോബിന് ബോട്ടിൽ അക്കരയ്ക്ക് കൊണ്ടുപോകില്ലെന്നും അതുവരെ വേട്ടയാടാൻ ശ്രമിക്കാതെ ചെറിയ കെണികൾ മാത്രം വെക്കാനും അയാൾ ആവശ്യപ്പെടുന്നു. റോബിൻ സ്വന്തമായി അമ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. വില്ല് കുലയ്ക്കാനുള്ള ശക്തി അവൻ വീണ്ടെടുത്തു. എങ്കിലും കൃത്യമായി അമ്പെയ്യാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം ആ കുഷ്ഠരോഗി ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. അത് ജോണിന്റെ വളർത്തുമകൾ മാർഗരറ്റ് ആയിരുന്നു. അവനെ കണ്ടയുടനെ അവൾ ഓടിവന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. തന്റെ അച്ഛൻ മരിച്ചുവെന്ന് അവൾ പറഞ്ഞു. ഇത് കഴിഞ്ഞ ഒരു ദിവസം ബ്രിജിറ്റ് റോബിനെ പരിചരിക്കുമ്പോൾ മാർഗരറ്റിനെ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. തനിക്ക് അവളുടെ അച്ഛനെ അറിയാമെന്നും അയാൾ ഒരു കർഷകനാണെന്നും അവൻ പറഞ്ഞു. അവളുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് അവൾ ചോദിച്ചപ്പോൾ അവരും മരിച്ചുപോയെന്ന് താൻ കരുതുന്നുവെന്ന് അവൻ പറഞ്ഞു. എങ്ങനെ മരിച്ചുപോയി എന്ന ചോദ്യത്തിന് തനിക്കറിയില്ലെന്നും ഒരുപക്ഷെ മുൻപ് കൊല ചെയ്യപ്പെട്ടതാകാമെന്നും അവൻ മറുപടി നൽകി. സുഹൃത്തിന്റെ പേരെന്താണെന്ന് അവളുടെ ചോദ്യത്തിന് അവന്റെ വ്യാജ പേരായ എഡ്വേർഡ് എന്ന് റോബിൻ കള്ളം പറഞ്ഞു. നീ വളരെ വിദഗ്ധമായി കള്ളം പറയുന്നുവെന്ന് ബ്രിജിറ്റ് റോബിനോട് പറഞ്ഞു. ഒരു ദിവസം അത്താഴത്തിനായി മുയലുകളെ തയ്യാറാക്കുമ്പോൾ മാർഗരറ്റ് മറ്റൊരു കുട്ടിയെ ഉപദ്രവിച്ചത് റോബിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബ്രിജിറ്റ് അവളെ ശാന്തയാക്കാൻ കിടഞ്ഞു ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കയ്യിൽ മൂർച്ചയുള്ള ഒരു കത്തിയുമായി ആ പെൺകുട്ടി വേഗത്തിൽ കാട്ടിലേക്ക് ഓടിപ്പോയി. അന്ന് രാത്രി വളരെ വൈകി മാർഗരറ്റ് ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നത് അവൻ കണ്ടെത്തി. ആ കൊച്ചു പെൺകുട്ടി ഗാഠനിദ്രയിലായിരുന്നു. എന്നാൽ അവൾ വലിയ ശക്തിയോടെ ആ കഠാര മുറുകെ പിടിച്ചിരുന്നു. അവൻ അവളെ പതുക്കെ വിളിച്ചുണർത്തി ആ കത്തി താഴെ വെക്കാൻ ശാന്തമായി ആവശ്യപ്പെട്ടു. അവൻ വളരെ ഗൗരവത്തോടെ അവളോട് ചോദിച്ചു, എന്റെ പേരെന്താണ്? അവൾ ഉടൻ തന്നെ റാൻഡോഫ് എന്ന് മറുപടി നൽകി. തുടർന്ന് ആ കൊച്ചു പെൺകുട്ടി അവനോട് ചോദിച്ചു, ആരാണ് ലിറ്റിൽ ജോൺ? ഇത് കേട്ട റോബിൻ വളരെ കർശനമായ സ്വരത്തിൽ അവൾക്ക് മുന്നറിയിപ്പ് നൽകി. ആ പേര് തികച്ചും അസംബന്ധമാണ്. നീ ഇനി ഒരിക്കലും ആ പേര് ഉച്ചരിക്കാൻ പാടില്ല. ഈ രഹസ്യം പുറത്തറിഞ്ഞാൽ അവൾക്കും അപകടമാണെന്നറിയാമായിരുന്ന അവൻ ആ കുട്ടിയെ ഭയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഇനി നീ ആ പേര് എവിടെയെങ്കിലും പറഞ്ഞാൽ രാത്രിയിൽ ഒരു പൂച്ച വന്ന് നിന്റെ നാവ് പറിച്ചെടുക്കും. പിറ്റേന്ന് രാവിലെ അവർ ആശ്രമത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അവിടെ ചെന്നാൽ താൻ ഉപദ്രവിച്ച ആ കുട്ടിയോട് അവൾ മാപ്പ് പറയണമെന്ന് അവൻ നിർദ്ദേശിച്ചു. ഈ സമയം അത്രയും അവർ സുരക്ഷിതരായി തിരികെ വരുന്നതും കാത്ത് ബ്രിജിറ്റ് ഉറങ്ങാതെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവർ ആശ്രമത്തിൽ തിരിച്ചെത്തിയ ശേഷം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. തന്നെ അന്വേഷിച്ചു വന്ന റോബിനെയും തനിക്കായി കാത്തിരുന്ന ബ്രിജിഡിനെയും കണ്ടതോടെ മാർഗരറ്റ് അവരെ പൂർണ്ണമായും വിശ്വസിക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ വള്ളം തുഴയുന്ന കാര്യത്തിൽ ആ കുഷ്ഠരോഗി റോബിന്റെ സഹായം തേടി. തികച്ചും ശാന്തനായ അയാൾ റോബിനോട് ഒരു വലിയ സത്യം വെളിപ്പെടുത്തി. താൻ ഉടൻ തന്നെ മരിക്കും. നിങ്ങൾക്കതെങ്ങനെ അറിയാം എന്ന് റോബിൻ ചോദിച്ചപ്പോൾ അത് തനിക്ക് ഉള്ളിൽ നിന്നും അനുഭവിക്കാൻ കഴിയുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞു. കാലുകളിൽ നിന്ന് തുടങ്ങുന്ന ചെറിയ മുറിവുകളും മരവിപ്പും അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. തുടർന്ന് വെള്ളത്തിലേക്ക് കണ്ണുനട്ട് റോബിൻ പറഞ്ഞു, അക്കരെ ആരോ ഉണ്ട്. അവിടെ നിന്ന് പുകയുയരുന്നത് കാണാം. കൂടാതെ വെള്ളത്തിനും അസാധാരണമായ എന്തോ അനക്കമുണ്ട്. ഇത്രയും പറഞ്ഞ ശേഷം അക്കരെ പോയ ആ കുഷ്ഠരോഗി അന്ന് ഉച്ച കഴിഞ്ഞ് അപ്രതീക്ഷിതമായി ഒരാളുമായി മടങ്ങിയെത്തി. ഗുരുതരമായി പരിക്കേറ്റ ഒരു യുവാവായിരുന്നു അത്. റോബിൻ മുമ്പ് തലയോട്ടിയിൽ അമ്പെയ്ത് കൊന്ന ഗ്രാമത്തിലെ ആ ചെറിയ ആൺകുട്ടിയുടെ ബന്ധുവായിരുന്നു അവൻ. അവന്റെ വരവ് കണ്ട് റോബിൻ വളരെ സൂക്ഷ്മതയോടെ അടുത്തേക്ക് ചെന്നു. കെസിക് എന്ന സ്ഥലത്തിനടുത്താണ് തന്റെ കുടുംബത്തിന്റെ കൃഷിയിടമെന്ന് അവൻ വിശദീകരിച്ചു. അവന്റെ ശരീരത്തിലേറ്റ ആ കനത്ത പ്രഹാരം കണ്ട റോബിൻ, നീ ജീവനോടെ ഇരിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ് എന്ന് അവനോട് പറഞ്ഞു. തുടർന്ന് റോബിൻ അവന്റെ പേര് ചോദിച്ചു. ആ പയ്യൻ തന്റെ പേര് ആർതർ ആണെന്ന് പരിചയപ്പെടുത്തി. റോബിൻ അവനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. തന്റെ ഗ്രാമത്തെയും കുടുംബത്തെയും ഇല്ലാതാക്കിയ ആ ക്രൂരനായ കൊലയാളി തന്റെ തൊട്ടുമുന്നിൽ തന്നെ നിൽപ്പുണ്ടെന്ന് ആ യുവാവിന് ഒട്ടും മനസ്സിലായിരുന്നില്ല. റോബിൻ കൊച്ചു മാർഗരറ്റിനെ എങ്ങനെ അമ്പെയ്യണമെന്ന് പരിശീലിപ്പിക്കാൻ തുടങ്ങി. ആ പരിശീലന സമയത്ത് പുതുതായി വന്ന ആർതർ എന്ന യുവാവിനെ കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കാൻ റോബിൻ അവളോട് ചില കാര്യങ്ങൾ ചോദിച്ചു. നിന്റെ അച്ഛനെ ഉപദ്രവിച്ച ആ മനുഷ്യർ, അവരുടെ മുഖം നീ കണ്ടിരുന്നോ? മാർഗരറ്റ് പറഞ്ഞു, ആ സമയത്ത് അച്ഛൻ എന്നോട് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിക്കുന്നത് നിർത്തിയെന്നും അച്ഛൻ അപ്പോൾ വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു എന്നും അവൾ കൂട്ടിച്ചേർത്തു. ഇത് കേട്ട റോബിൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പുറമേ ശബ്ദമുണ്ടാക്കിയില്ലെങ്കിലും നിന്റെ അച്ഛൻ എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് തികച്ചും നിഷ്കളങ്കമായി അവൾ റോബിനോട് ചോദിച്ചു, എന്റെ അച്ഛന്റെ പേരെന്താണ്? അതിന് റോബിൻ വളരെ ശാന്തമായി മറുപടി നൽകി, നിന്റെ അച്ഛൻ തന്നെയാണ്. തന്നെ ഇത്രയും കാലം സ്നേഹിച്ചു വളർത്തിയ ജോണിന്റെ യഥാർത്ഥ പേരോ അവന്റെ ഭൂതകാലമോ ആ കൊച്ചു പെൺകുട്ടിക്ക് ശരിക്കും അറിയില്ലായിരുന്നു എന്നാണ് അവളുടെ ഈ ചോദ്യത്തിലൂടെ വ്യക്തമാകുന്നത്.
സമയം കടന്നു പോകുമ്പോൾ ആർതർ തന്റെ ശക്തി വീണ്ടെടുക്കാൻ തുടങ്ങി. അവൻ വിറക് ശേഖരിക്കാനും മറ്റടിസ്ഥാന ജോലികൾക്കും സഹായിച്ചു. എന്നാൽ ഒരു ദിവസം ഉച്ചകഴിഞ്ഞ് ആ യുവാവിന് മാർഗരറ്റിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്നില്ല എന്നത് റോബിൻ ശ്രദ്ധിച്ചു. അവനെ പരീക്ഷിക്കാൻ, വേട്ടയാടാനുള്ള കെണികൾ പരിശോധിക്കാൻ റോബിൻ അവന്റെ സഹായം ചോദിച്ചു. യാത്രാമധ്യേ അവനെ മുറിവേൽപ്പിച്ച ആളുകളെക്കുറിച്ചും അവന്റെ ഗ്രാമത്തിൽ എത്ര പേർ ജീവനോടെയുണ്ടെന്നും റോബിൻ അവനോട് ചോദിച്ചു. ആർതറുമായി സംസാരിച്ചു നിൽക്കുമ്പോഴാണ് റോബിനെ തേടി ആ സങ്കട വാർത്ത എത്തിയത്. കുഷ്ഠരോഗിയുടെ അന്ത്യം അടുത്തിരിക്കുന്നു. മരണത്തിന് കീഴടങ്ങുന്നതിന് മുമ്പ് അയാൾക്ക് റോബിനോട് പ്രത്യേകം സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്രതീക്ഷിതമായി അയാൾ റോബിനോട് ചോദിച്ചു, റോബിൻഹുഡിന്റെയും ഗിസ്ബോണിന്റെയും കഥ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അയാളെ കൊന്നു എന്നാണ് ആളുകൾ പറയുന്നത്. നിങ്ങൾ ശരിക്കും അയാളെ കൊന്നിരുന്നോ? താൻ ആരാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞുവെന്ന് മനസ്സിലാക്കിയ റോബിൻ അത് മറച്ചുവെക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കെന്തോ ആശയക്കുഴപ്പം പറ്റിയിരിക്കുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആരോടൊന്നും പറയില്ല. മരണക്കിടക്കയിലുള്ള ഒരു മനുഷ്യനോട് നിങ്ങൾ കള്ളം പറയരുത്. തുടർന്ന് അയാൾ ആ പഴയ രഹസ്യം വെളിപ്പെടുത്തി. റോബിൻഹുഡിനെ കുറിച്ച് മറ്റു പല കഥകളെയും പോലെ അതും വെറുമൊരു കഥയായിരുന്നു. റോബിൻ അന്ന് ഗിസ്ബോണിനെ കൊന്നിരുന്നില്ല. പകരം റോബിൻ അയാളുടെ ചെവി മുറിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് റോബിൻ അയാളോട് പറഞ്ഞു, മറ്റൊരു ജന്മത്തിൽ നമുക്ക് ഒരുമിച്ച് മദ്യപിക്കാം. ഈ പഴയ സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ കുഷ്ഠരോഗി റോബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നമ്മൾ ആ മറ്റൊരു ജന്മം കണ്ടെത്തിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഈ വാക്കുകൾ കേട്ടയുടനെ റോബിന്റെ മനസ്സിലേക്ക് ആ പഴയ ഓർമ്മകൾ പതുക്കെ തിരികെ വന്നു. അന്ന് താൻ ജീവൻ നൽകി വിട്ടയച്ച ആ പഴയ ഗൈ ഓഫ് ഗിസ്ബോൺ എന്ന ശത്രുവാണ് ഇപ്പോൾ തന്റെ മുന്നിൽ മരണക്കിടക്കയിൽ കിടക്കുന്നതെന്ന് റോബിൻ തിരിച്ചറിഞ്ഞു. റോബിന്റെ യഥാർത്ഥ വ്യക്തിത്വം തനിക്ക് എപ്പോഴും അറിയാമായിരുന്നു എന്ന് ആ മനുഷ്യൻ ഏറ്റു പറഞ്ഞു. തന്റെ രഹസ്യം സുരക്ഷിതമാണെന്ന് ആ മനുഷ്യൻ അവന് ഉറപ്പു നൽകി. വരും വർഷങ്ങളിൽ സമാധാനപരമായി ഇവിടെ ജീവിക്കുമ്പോഴും തന്റെ യഥാർത്ഥ വ്യക്തിത്വം ആശ്രമത്തിലെ മറ്റ് ആളുകളോടോ ബ്രിജിഡിനോടോ ഒരിക്കലും പറയരുതെന്ന് അയാൾ റോബിനെ ഉപദേശിച്ചു. കാരണം ഭൂതകാലത്തെ അജ്ഞാതമായ ആ മരണങ്ങളുടെ നിഴലിൽ നിന്നും മാറി അവരിപ്പോൾ പുതിയൊരു ജീവിതത്തിലാണ്. ഒടുവിൽ തന്റെ ജീവൻ രക്ഷിച്ച റോബിനോട് അയാൾ ഒരു കാര്യം അപേക്ഷിച്ചു. നിന്റെ മരണം വരെ നീ ആശ്രമത്തെയും ഇവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കണം. അതിനായി അയാൾ റോബിനോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. കുഷ്ഠരോഗിയുടെ മരണത്തോടെ ആശ്രമത്തെയും അവിടെ താമസിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ ശക്തിയുള്ള ഒരേ ഒരു മനുഷ്യൻ മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. മരണത്തിനായി ഇത്രയും കാലം കൊതിച്ചിരുന്ന റോബിൻഹുഡ്. ജീവിക്കാനുള്ള ഈ പുതിയ അവസരം മുറുകെ പിടിച്ച് അവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാണോ എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. സൂര്യൻ ഉദിച്ചപ്പോൾ റോബിൻ വള്ളമെടുത്ത് ആ യുവാവിനെ അവർ ആദ്യമായി കണ്ടെത്തിയ തീരത്തേക്ക് കൊണ്ടുവന്നു. ഇനി കള്ളം പറയേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് റോബിൻ അവനോട് വ്യക്തമാക്കി. നിന്റെ യഥാർത്ഥ പേരെന്താണ്? അപ്പോഴാണ് അവൻ തന്റെ യഥാർത്ഥ പേര് ഗോഡ്വിൻ ആണെന്ന് സമ്മതിച്ചത്. അവൾ ജോണിന്റെ മകളായ മാർഗരറ്റ് ആണെന്ന് തനിക്കറിയാമെന്ന് ഗോഡ്വിൻ ഏറ്റു പറഞ്ഞു. തന്റെ അച്ഛനും അമ്മാവന്മാരും കൊല്ലപ്പെട്ടുവെന്നും ഇപ്പോൾ തന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്ന ഏറ്റവും മുതിർന്ന പുരുഷൻ താനാണെന്നും ഗോഡ്വിൻ സങ്കടത്തോടെ പറഞ്ഞു. തനിക്കതിന് ഒട്ടും താല്പര്യമില്ലെങ്കിലും തന്റെ കുടുംബത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഈ പ്രതികാരം ചെയ്യണമെന്ന ചിന്തയിലായിരുന്നു അവൻ. ഇത് കേട്ട റോബിൻ വളരെ ഗൗരവത്തോടെ അവനോട് ചോദിച്ചു, ഒരു കൊച്ചു പെൺകുട്ടിയെ കൊല്ലണമെന്നുണ്ടോ ഗോഡ്വിൻ? ആ ചെറിയ പെൺകുട്ടിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? ഒരു കൊച്ചു പെൺകുട്ടിയെ കൊല്ലാൻ ശരിക്കും തയ്യാറാണോ എന്ന റോബിന്റെ ചോദ്യത്തിന് മുന്നിൽ അവൻ പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം റോബിൻ തന്റെ സ്വന്തം ഭയാനകമായ ഭൂതകാലം അവനോട് വെളിപ്പെടുത്തി. നീ ജനിക്കുന്നതിന് മുൻപ് മുതൽ ഞാൻ ആളുകളെ കൊല്ലാൻ തുടങ്ങിയതാണ്. ഞാൻ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ പറയാൻ കഴിയില്ല. ഒരു ആയുസ്സിന് മുൻപ് ഞാൻ ചെയ്ത ആദ്യത്തെ കൊലപാതകം ഏതാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അന്ന് അതെനിക്ക് വലിയ അർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കൊന്നവന്റെ സഹോദരങ്ങളും മക്കളും പേരക്കുട്ടികളും എന്നെ ഓർത്തു. അതുകൊണ്ട് എനിക്ക് അവരെയും വീണ്ടും വീണ്ടും കൊല്ലേണ്ടി വന്നു. വിവിധ രൂപങ്ങളിൽ നിഴലുകൾ പോലെ അവർ വന്നുകൊണ്ടേയിരുന്നു. അതൊരിക്കലും അവസാനിക്കുന്നില്ല. അതൊരു ശാപമാണ്. തുടർന്ന് ഗോഡ്വിന്റെ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ടെന്ന് റോബിൻ ചോദിച്ചു. തന്റെ അമ്മയും അമ്മായിമാരും സഹോദരങ്ങളുമാണ് ഉള്ളതെന്ന് അവൻ മറുപടി നൽകി. അപ്പോൾ റോബിൻ അവനൊരു വലിയ അവസരം നൽകിക്കൊണ്ട് പറഞ്ഞു, നിനക്കൊരു വീടുണ്ട് ഗോഡ്വിൻ. വീട്ടിലേക്ക് പോവുക. രക്തത്തിന്റെ കടങ്ങളെല്ലാം വീട്ടിൽ തീർത്തുവെന്ന് നിന്റെ കുടുംബത്തോട് പറയുക. നിന്റെ സ്വന്തം കിടക്കയിൽ സമാധാനമായി ഉറങ്ങുക. നിനക്ക് ലഭിച്ച ഈ ജീവനെ വില കൽപ്പിക്കുകയും നിന്റെ കുടുംബത്തോടൊപ്പം വന്ന് സന്തോഷത്തോടെ പങ്കിടുകയും ചെയ്യുക. ഒടുവിൽ അങ്ങേയറ്റം കർശനമായ ഒരു മുന്നറിയിപ്പും റോബിൻ അവന് നൽകി. എന്നാൽ ജീവിക്കാനുള്ള ഈ അവസരം പാഴാക്കി നീ വീണ്ടും ഇവിടേക്ക് മടങ്ങി വന്നാൽ ഞാൻ നിന്റെ കഴുത്തറക്കും. പിന്നെ ഒരിക്കലും ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുകയുമില്ല. ഇപ്പോൾ തന്നെ പോവുക. തിരിഞ്ഞു നോക്കരുത്. റോബിന്റെ ഈ വാക്കുകൾ കേട്ട് നിമിഷങ്ങൾക്കകം അവൻ തന്റെ കുടുംബത്തോടൊപ്പം സമാധാനമായി ജീവിക്കാനും പ്രതികാര ചിന്തകൾ പൂർണ്ണമായും ഉപേക്ഷിക്കാനും തീരുമാനിച്ചു. അവൻ അവിടെ നിന്നും മടങ്ങിപ്പോയി. ആശ്രമത്തിൽ തിരിച്ചെത്തിയ ശേഷം റോബിൻ ബ്രിജിഡിനോട് തന്റെ യഥാർത്ഥ ഭൂതകാലം ഏറ്റുപറയുന്നു. താൻ റോബിൻഹുഡ് എന്ന കൊള്ളക്കാരനാണ്. താൻ ഓർക്കാൻ കഴിയുന്നതിലും അധികം ആളുകളെ കൊന്നൊടുക്കിയ ഒരു രാക്ഷസനാണെന്നും അവളുടെ ദയയ്ക്ക് താൻ അർഹനല്ലെന്നും അവൾ അറിയണം. ഈ വെളിപ്പെടുത്തൽ ബ്രിജിഡിന് താങ്ങാനാവാത്തത്ര ഭാരമുള്ളതായിരുന്നു. അതിനാൽ അവൾ അവിടെ നിന്നും വെറുതെ നടന്നു പോകുന്നു. തകർന്ന മനസ്സോടെ റോബിൻ കാട്ടിലേക്ക് മടങ്ങുന്നു. കാലിലെ ബാൻഡേജുകൾ വലിച്ചു കീറുന്നു. അവൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്ന കാലത്തെ പോലെ ഓടാനും വേട്ടയാടാനും സ്വയം നിർബന്ധിക്കുന്നു. ചെറിയ മുയലുകളെ അവഗണിച്ച് അവൻ നേരിട്ട് ഒരു വലിയ കാട്ടുപന്നിയെ വേട്ടയാടാൻ പോകുന്നു. അത് അവനേക്കാൾ എത്രയോ മടങ്ങ് വലുതായിരുന്നിട്ടും അതിന്റെ കണ്ണിലേക്ക് കൃത്യമായി അമ്പെയ്ത് അവൻ അതിനെ കൊല്ലുകയും ആശ്രമത്തിലേക്ക് ആ വലിയ ഇരയെ കൊണ്ടുവരികയും ചെയ്യുന്നു. അന്ന് രാത്രി ബ്രിജിഡ് അവന്റെ മുറിയിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു.
അവൾ ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ അവിടെ നിന്ന് പോകുമെന്നും ഇനി ഒരിക്കലും ഈ ആശ്രമത്തിലേക്ക് മടങ്ങി വരില്ലെന്നും റോബിൻ വ്യക്തമാക്കി. എന്നാൽ അവനെ പറഞ്ഞയക്കുന്നതിന് പകരം ബെഡിൽ കിടക്കാൻ അവൾ അവനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് അവൾ ഒരു കത്തി ഉപയോഗിച്ച് അവന്റെ കയ്യിലെ ഞരമ്പ് മുറിക്കുകയും അതിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുക്കുകയും ചെയ്തു. ശരീരത്തിൽ നിന്ന് ബോധപൂർവം രക്തം പുറത്തേക്ക് ഒഴുക്കിക്കളയുന്ന പ്രക്രിയയാണ് വൈദ്യശാസ്ത്രത്തിൽ ബ്ലഡ് ലെറ്റിംഗ് എന്ന് വിളിക്കുന്നത്. എന്നാൽ റോബിന്റെ ശരീരത്തിൽ നിന്നൊഴുകിയ ആ ചൂടുള്ള രക്തമെടുത്ത് അവൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുഖത്ത് പുരട്ടി. ഈ ഭയാനകമായ ദൃശ്യത്തിന്റെ പശ്ചാത്തലത്തിൽ റോബിൻ വേട്ടയാടിക്കൊണ്ടുവന്ന ആ വലിയ കാട്ടുപന്നി തീയിൽ കിടന്ന് വീവുന്നത് നമുക്ക് കാണാമായിരുന്നു. ശരീരത്തിൽ നിന്നും ക്രമാതീതമായ രക്തം വാർന്നുപോയതോടെ നിമിഷങ്ങൾക്കകം റോബിന് ബോധം നഷ്ടപ്പെട്ടു. തീയാൽ ചുറ്റപ്പെട്ട് തികച്ചും ദുർബലനായി റോബിൻ ഉണരുമ്പോൾ അവന്റെ മുന്നിൽ ബ്രിജിഡ് നിൽപ്പുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന് കാരണം റോബിനാണെന്ന സത്യം അവൾ അവിടെ വെച്ച് വെളിപ്പെടുത്തി. വളരെ വേദനയോടെ അവൾ റോബിനോട് പറഞ്ഞു, നീ എന്റെ ഭർത്താവിനെ ജീവനോടെ ചുട്ടുകൊന്നു. തന്റെ ഭർത്താവ് ആ തീപിടുത്തത്തിന് മുമ്പ് തന്നെ മരിച്ചിരുന്നുവെന്ന് വിശ്വസിക്കാൻ അവൾ പലപ്പോഴും സ്വപ്നം കാണാറുണ്ടായിരുന്നു. എങ്കിൽ അവൻ ആ തീയിൽ കിടന്ന് നീറുന്ന വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകില്ലല്ലോ എന്നവൾ ആശ്വസിച്ചു. കത്തി നശിച്ച തങ്ങളുടെ വീടിന്റെ പുകയുന്ന ചാരങ്ങൾക്കിടയിൽ ഭർത്താവിനെയും കുട്ടികളെയും തിരഞ്ഞ ആ സമയം ഒരു യുഗം പോലെ അനന്തമായ പീഡനമായിരുന്നു എന്ന് അവൾ കണ്ണീരോടെ ഓർത്തെടുത്തു. ആ ചാരങ്ങൾക്കിടയിലെ ഒരു മൂലയിൽ ഒടുവിൽ അവൾ അവനെ കണ്ടെത്തി. എന്നാൽ അവന്റെ ശരീരത്തിന്റെ ഭൂരിഭാഗവും കത്തി നശിച്ചിരുന്നു. അത് വളരെ ചെറുതായി ചുരുണ്ടുകൂടിയ നിലയിലായിരുന്നു അവിടെ അവശേഷിച്ചത്. തീനാളങ്ങളെല്ലാം വിഴുങ്ങുന്ന അവസാന നിമിഷം വരെ തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ തീയിൽ നിന്ന് സംരക്ഷിക്കാനായി അവൻ അവരെ തന്റെ ശരീരത്തോട് ചേർത്ത് ഇറുകെ കെട്ടിപ്പൊതിഞ്ഞു കിടക്കുകയായിരുന്നു. ആ ക്രൂരതയാണ് റോബിൻ തന്റെ കുടുംബത്തോട് ചെയ്തതെന്ന് ബ്രിജിഡ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. ആ കൃത്യം സമയത്ത് ബ്രിജിഡ് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അവളുടെ കഴുത്തിൽ കുത്താൻ പാകത്തിൽ റോബിൻ തന്റെ കിടക്കയിൽ ഒരു അമ്പ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവളുടെ ഹൃദയഭേദകമായ കഥ കേട്ടതിന് ശേഷം അവൻ ആ അമ്പ് ഉപേക്ഷിക്കുകയും അവൾ അവനെ കൊല്ലാനുള്ള സാധ്യതയ്ക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങുകയും ചെയ്തു. അവൻ ചെയ്ത ക്രൂരതകൾക്ക് അവന് ലഭിക്കാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷയായിരുന്നു അത്. അടുത്തതായി നാം കാണുന്നത് ഗുഹയ്ക്കുള്ളിൽ നിന്ന് ബ്രിജിഡ് പൊട്ടിക്കരയുന്നതാണ്. തന്റെ കുടുംബത്തിന് ശരിക്കും അർഹമായ പ്രതികാരം ചെയ്യാൻ ആവശ്യമായ ക്രൂരത തനിക്കില്ല എന്ന് ഒടുവിൽ അവൾ അംഗീകരിക്കുന്നു. ആ ഭയാനകമായ വാക്കുകൾ കേട്ട് രക്തം വാർന്നുപോയി തികച്ചും ദുർബലനായ റോബിൻ പതുക്കെ ഒരു വിഭ്രാന്തിയിലേക്ക് വഴുതി വീഴുന്നു. ആ സ്വപ്നത്തിൽ അവൻ ജോണിനെ കാണുന്നു. സ്വപ്നത്തിൽ റോബിനെ കണ്ട ഉടനെ ജോൺ വല്ലാതെ ആശങ്കയോടെ അവനോട് ചോദിച്ചു, റോബിൻ, അവർ നിന്നോട് എന്താണ് ചെയ്തത്? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഇവിടെ നിന്നും രക്ഷിക്കാം. കൊച്ചു മാർഗരറ്റിനെയും ഞാൻ രക്ഷിക്കാം. നമുക്ക് ഒരുമിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാം. തുടർന്ന് ജോൺ തന്റെ ഭാര്യയെക്കുറിച്ചുള്ള പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു. അവൻ പറയുന്നു, എന്റെ ഭാര്യ മാർഗരറ്റ്, അവൾക്ക് വേനൽക്കാലത്തിന്റെ തുടക്കത്തെ അടയാളപ്പെടുത്തുന്ന അസ്തമയ സൂര്യനെ പോലെയുള്ള കടും ചുവപ്പ് മുടിയാണ്. ഒരു ചിത്രകാരന്റെ ഛായാചിത്രത്തെക്കുറിച്ചും തനിക്കൊരു ബോട്ട് വേണമെന്നും അവൻ പരസ്പര ബന്ധമില്ലാതെ സ്വപ്നത്തിൽ സംസാരിക്കുന്നു. ഇത് കേട്ട് നിൽക്കുന്ന റോബിൻ സ്വപ്നത്തിൽ ജോണിന്റെ പിന്നിലൂടെ വില്ലെടുത്ത് അവന് നേരെ ഒരു അമ്പ് ചെയ്യുന്നു. ആ നിമിഷം പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ജോൺ റോബിനെ കണ്ട് വളരെ ശാന്തമായി ചോദിക്കുന്നു, നിന്റെ മരണം നീ കണ്ടെത്തിയോ? റോബിൻ ഉണരുമ്പോഴേക്കും അവൻ തന്റെ കിടക്കയിൽ സമാധാനമായി വിശ്രമിക്കുകയായിരുന്നു. ബ്രിജിഡും മാർഗരറ്റും അവനടുത്തുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവൾ അത് ചെയ്തില്ല എന്ന് അവൻ ഉടനെ തന്നെ അവളോട് ചോദിച്ചു. ഈ ജീവൻ അവനോട് കടപ്പെട്ടിരിക്കുന്നു എന്നും ഈ കുട്ടികളോടൊപ്പമുള്ള അവളുടെ ജോലി ഇതുവരെ തീർന്നിട്ടില്ലെന്നും അവൾ മറുപടി നൽകുന്നു. അവളെ നോക്കി ശരീരം പൂർണ്ണമായും തളർന്ന അവസ്ഥയിൽ താൻ തയ്യാറാണെന്ന് റോബിൻ അവളോട് പറയുന്നു. കത്തിപിടിക്കാൻ അവൻ അവളോട് ആവശ്യപ്പെടുന്നു. തന്റെ ഭൗതിക ശരീരത്തെക്കാൾ വളരെ ആഴത്തിലുള്ള എന്തോ ഒന്ന് അവന് സുഖപ്പെടുത്തേണ്ടതുണ്ട്. ഉടൻ തന്നെ ബ്രിജിഡ് അവനെ വളരെ ശ്രദ്ധയോടെ കിടക്കയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതും ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് അവന്റെ ഒരു ഞരമ്പ് മുറിക്കുന്നതും കാണാം. അങ്ങനെ അവന്റെ അവസാനത്തെ മരണക്കിടക്കയിൽ സാവധാനത്തിലും എന്നാൽ തികച്ചും സമാധാനപരവുമായ ഒരു മരണം അവന് ലഭിക്കുന്നു. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് പോകുമ്പോൾ അവളുടെ അച്ഛന്റെ യഥാർത്ഥ പേര് ലിറ്റിൽ ജോൺ എന്നാണെന്ന് റോബിൻ മാർഗരറ്റിനോട് പറയുന്നു. തന്റെ ജീവിതത്തിലെ ആ അവസാന നിമിഷത്തിൽ അവർ ആദ്യമായി കണ്ടുമുട്ടിയ ആ പഴയ ദിവസത്തെക്കുറിച്ച് അവൻ വളരെ വിശദമായി അവളോട് പറയുന്നു. അവളുടെ അച്ഛൻ വളരെ സങ്കീർണനായ ഒരു മനുഷ്യനായിരുന്നുവെന്നും അവൻ നിരവധി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒപ്പം ഒരുപാട് മോശം കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർ ഈ വലിയ രഹസ്യം അറിഞ്ഞാൽ ഭാവിയിൽ അവൾക്ക് നിരവധി അപകടകാരികളായ ശത്രുക്കളെ നേരിടേണ്ടി വരുമെന്ന് അവൻ അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ അവളുടെ ജീവൻ തന്നെ അതിനെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ആ രഹസ്യം സുരക്ഷിതമായി സൂക്ഷിക്കാൻ അവൻ അവളോട് ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നു. തന്റെ സ്വന്തം വില്ലുകുലച്ച് വലിയ ചക്രവാളത്തിലേക്ക് ഒരു അമ്പ് എങ്ങനെ ചെയ്യണം എന്ന് മാർഗരറ്റിന് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ റോബിൻ നൽകിക്കൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ആ അമ്പ് ഒടുവിൽ അവന്റെ ആത്മാവിനെ ദൂരേക്ക് കൊണ്ടുപോകും. ആ കൊച്ചു പെൺകുട്ടി വില്ലിന്റെ ഞാൻ വിടുകയും ആ അമ്പ് പറന്നു പോവുകയും ചെയ്യുമ്പോൾ സ്ക്രീനിലെ ദൃശ്യങ്ങൾ പൂർണ്ണമായും ഇരുട്ടിലേക്ക് മറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.